റെക്കോർഡ് ഗെയിം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ AK ഗെയിമിംഗ് സോൺ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ യൂട്യൂബേഴ്സ് എവിടെ പോയി എന്നുള്ളതിന്റെ കണ്ടന്റ് ആണ് ഗൈസ്. ഓക്കെ, നമ്മൾ 2025 അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2026 അവരുടെ അക്കൗണ്ട് എവിടെയാണ്, എന്ത് പറ്റിയെന്നൊക്കെയാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോണേ. പഴയ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള കുറച്ച് ഇത്രയും നമുക്ക് വേണ്ടപ്പെട്ട കുറെ യൂട്യൂബേഴ്സ് അവരുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ആയിരിക്കും ഗൈസ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നുണ്ടാവുക. സോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാട്ടാ. അതേപോലെ തന്നെ വീഡിയോ ഹൈപ്പും കൂടിയും കൊടുക്കാൻ മറക്കണ്ട കേട്ടാ. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോ കിടക്കുന്നതിന് മുന്നേക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട് ഗൈസ്. അതായത് നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആ പഴയ നിർത്തിപ്പോയ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഗൈസ്, നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പൊ തന്നെ അവരുടെ മുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. സോ ആ ഒരു യൂട്യൂബേഴ്സ് ഒക്കെ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ ഫീൽഡിൽ ഉണ്ടെങ്കിൽ എത്രത്തോളം മാറ്റം നമ്മുടെ ഫ്രീ ഫയറിൽ വരും ഗൈസ്. ഒന്നുമില്ലെങ്കിൽ അവരെന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് പഴയ പ്ലെയേഴ്സ് ഒക്കെ കളിച്ചാനെ. അതായത് നമ്മുടെ ഉദാഹരണത്തിൽ കുറെ പ്ലെയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആയിട്ടുള്ള കുറെ പേരെ നമ്മൾ വീഡിയോയിൽ നോക്കുന്നുണ്ടാവും പാർട്ടായിട്ട്. നമ്മുടെ ജിന്നിഹിയറുടെ ID എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൈസ് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെയിലാണ് ഈ ഒരു ID ഇരിക്കണേന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓക്കെ, അപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൃഷ്ണ എന്നാണ് പേര്. 75 ലെവല് ഹോക്കായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിൽഡിലാണ് ഗൈസ്, ഹോക്കായി 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിൽഡിലാണ് ഈ ഒരു അക്കൗണ്ട് ഇപ്പൊ കിടക്കണേ കറന്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാമറിന്റെ അക്കൗണ്ട്. 30 ഡേയ്സ് ഇനാക്റ്റീവ് ആണ് ഗൈസ്. ഓക്കെ, അപ്പം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അങ്ങേര് ഇപ്പോഴും ഗെയിം കളിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഗൈസ്, നമ്മൾ 2025 സമയങ്ങളിൽ ഈ ഒരു അക്കൗണ്ട് നോക്കിയിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്ന അവസ്ഥ. അതായത് ബുയ്യാ പാസ് കഴിയാൻ നേരത്ത് നല്ല രീതിക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ഇൻസ്റ്റാഗ്രാമർ ആണോ അതോ ഇനി അങ്ങേരുടെ കൂട്ടുകാരാണോ കളിക്കണെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. എങ്കിലും ഗൈസ് ഈ ഒരു അക്കൗണ്ട് BR ആയാലും CS ആയാലും എന്താ പറയാ ബ്രോൺസിൽ തന്നെയാണ് കിടക്കണേ. അതേപോലെ തന്നെ ഇങ്ങേരുണ്ടാക്കിയ ഓളെന്ന് പറഞ്ഞാൽ നിസ്സാര ഓളല്ല, പിള്ളേരെന്നൊക്കെ പറഞ്ഞ അങ്ങേരെ കൈവള്ളയിലായിരുന്നു ഫാൻസ്. ഇജാതി ഫാൻ ബേസ് ഉള്ള ആളൊക്കെ ഗെയിം നിർത്തി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പ്രത്യേകിച്ച് റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. ജോലി തിരക്കായിരിക്കാം അല്ലേ, എല്ലാരും അങ്ങനെ തന്നെയല്ലേ ഗൈസ് പോയേ. ജോലി തിരക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ വന്നപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സിനിമയ്ക്കൊക്കെ മാറിയപ്പോ നൈസായിട്ട് വന്ന വഴി മറന്ന കുറച്ച് ടീംസ് ഉണ്ട്. എന്ത് പറയാനാ ഗൈസ്, എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് അതായത് അവരുടെ പോലെയൊക്കെ ആവാൻ വേണ്ടി കോപ്പി അടിച്ച് കുറെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമായി ഗൈസ്. കണ്ട, ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അക്കൗണ്ടിന്റെ ഓവർവ്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, ഇതിൽ കളിക്കണമെന്നില്ല. എന്തായാലും ഒരു ലൈക്ക് ഇട്ടിട്ട് പോവാ. അടുത്തതായിട്ട് ഞാൻ നോക്കാൻ പോണത് നിങ്ങളെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഒരുപാട് സജസ്റ്റ് ചെയ്ത കമന്റിൽ ഒരുപാട് വിഷമിച്ച് പറഞ്ഞ ഒരാളുടെ പേരുണ്ട് ഗൈസ്. 2 വാക്കിൽ ഒതുങ്ങണ ഒരു പേരുണ്ട്. പക്ഷെ 2 വാക്കിലാണ് ആ ഒരു പേര് ഒതുങ്ങുന്നതെന്നുണ്ടെങ്കിലും 2-2.5 ലക്ഷം പേര് മേളിൽ വ്യൂസ് ഒരു വീഡിയോകൾക്ക് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഗൈസ്. ഓക്കെ, നല്ല രീതിക്ക് ഫാൻ ബേസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിക്ക് പൊക്കോണ്ടിരുന്നായിരുന്ന ഒരാളായിരുന്നു. എവിടെ എന്തോ ഒരു തകരാറ് പറ്റി ചാനലും പരിപാടിയൊക്കെ ക്ലോസ് ചെയ്ത ആള് പോയി. ആരാന്ന് മനസ്സിലായില്ലേ? അതെ ഗൈസ്, നമ്മുടെ നിയാംബ്രോ ആണ്. നല്ല രീതിക്ക് ഗെയിം പ്ലേ കാഴ്ച വെച്ച് നിർന്ന ഒരാളായിരുന്നു. സോ നമുക്ക് ആളുടെ ഒരു അക്കൗണ്ടിന്റെ ഗൈസ്, അപ്പൊ നമുക്കിനി ആളുടെ അക്കൗണ്ടിന്റെ അവസ്ഥ എന്താ നമുക്ക് നോക്കി നോക്കാം. എന്താ അവസ്ഥ ഗൈസ്, ഇവരൊന്നും വീഡിയോ ഇടാണ്ട് അവരുടെ അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, 2026 to 27 നമുക്ക് നോക്കി നോക്കാം അവരുടെ അക്കൗണ്ടിന്റെ കറന്റ് ഇപ്പോഴത്തെ അവസ്ഥ. സോറി വ്യൂ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ നിയാംബ്രോന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. പേര് നോക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോ സെറോക്സ് എന്നാണ് ഗൈസ് പേര്. നമ്മൾ ഏതാണ്ട് 2025 വീഡിയോ ഇട്ട സമയത്തും ഇതേ സെയിം പേരായിരുന്നു ഗൈസ് ആ ഒരു അക്കൗണ്ടിന് ഉണ്ടായിരുന്നത്, സൈക്കോ സെറോക്സ്. അത്യാവശ്യം നല്ല രീതിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. CS ഏതാണ്ട് മാസ്റ്റർ 73 BR എലൈറ്റ് മാസ്റ്ററും ആണ് ഗൈസ് ഈ ഒരു അക്കൗണ്ട് ഇപ്പൊ കറന്റ് കിടക്കണേ. നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ പറയേണ്ട കാര്യമില്ല ഗൈസ്. ഓക്കെ, നല്ല രീതിക്ക് ആക്റ്റീവ് ആണ് ഈ ഒരു അക്കൗണ്ട്. ഈ അക്കൗണ്ടിന്റെ കറന്റ് ഇവിടത്തെ പേരൊക്കെ നിയാംബ്രോ എന്നായിരുന്നു ഗൈസ്. ഓക്കെ, ബോസ് ഗിൽഡ് നമ്മുടെ ബോസ്. ഓക്കെ ഗൈസ്, അപ്പൊ നിയാംബ്രോനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് ഒറ്റ ഇമോജിയിൽ നിങ്ങൾക്ക് അവിടെ കമന്റ് ബോക്സിൽ പറയാൻ പറ്റുമോ? ഒറ്റ ഇമോജിയിൽ നിങ്ങൾ പറയണം കേട്ടാ നിയാംബ്രോനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള ഫീലിങ്സ്. അതേപോലെ തന്നെ ഞാൻ കാണിച്ചിരുന്ന ഓരോ യൂട്യൂബേഴ്സും നിങ്ങൾക്ക് അത്രമേൽ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പോലും ഗൈസ് നമ്മുടെ അവസ്ഥ ഇതാണ്.
ഇവരുടെ ID നോക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവരുടെ സൗണ്ട് കേൾക്കാനോ കാര്യങ്ങൾക്കോ ഒന്നുള്ള അവസ്ഥ നമുക്കില്ല. നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ നിയാംബ്രോന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ആരുടെ ഐഡിയ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഫയറിൽ വൺ ടാപ്പ് മായാജാലം കഴിച്ചു വെച്ച AJ ഗെയിമിംഗ് സോൺ കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് ഞാൻ കണ്ടായിരുന്നു. അതായത് കുറെ നല്ല രീതിക്ക് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്ന ഒരു യൂട്യൂബറിന്റെ ഓക്കെ, സോൾ പി സി ഇപ്പൊ വീഡിയോസ് ഇട്ട് തുടങ്ങിയോന്ന് കറന്റ്ലി ഇല്ല, ഇപ്പൊ ഇല്ല, ഇനി വരുമായിരിക്കും. സോ ആള് എന്താ പറയാ, മാരേജ് അല്ലെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ആളുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ഇപ്പോൾ കറന്റ്ലി ആക്റ്റീവ് ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. സോൾ പി സിയുടെ ഫാൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. സോ ഗൈസ് നമുക്ക് നോക്കി നോക്കാം സോൾ പി സിയുടെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നുള്ളത്. അപ്പൊ സോൾ പി സിയുടെ അക്കൗണ്ട് ഏതാണ്ട് 30 days ഇനാക്റ്റീവ് ആണ് കേട്ടോ. ഏതാണ്ട് 30 ദിവസം അക്കൗണ്ട് ആക്റ്റീവ് അല്ല, തീരെ ആക്റ്റീവ് അല്ല. നോക്കിയാ ബുയ്യാപ്പാസ് ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് തീരെ കളിച്ചിട്ടില്ല. പക്ഷെ കളിച്ചേർന്ന സമയത്ത് നോക്കിയ കേസ് എല്ലാം മഞ്ഞയില് മിന്നിച്ച് വെച്ചിട്ടുണ്ട് ഒട്ടുമിക്കതും. അതല്ല, പിന്നെ അതേപോലെ തന്നെ നല്ല രീതിക്ക് കളിച്ചേർന്നതും കൂടി ഒരു പ്ലെയറാ കേസ്. ഓക്കെ, സോൾ ഗ്യാങ് ഗിൽഡ് ഇപ്പോൾ ആക്റ്റീവാ. പക്ഷെ കുറെ ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് കേസ് കുറെ യൂട്യൂബേഴ്സ് ഫ്രീ ഫയർ നിർത്തിപ്പോയത്. അതാണ് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നത്. അതായത് കുറെ നല്ല 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 മൊമെന്റ്സും അതുപോലെ തന്നെ കുറെ മെമ്മറീസ് ഒക്കെ ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ഈ പ്ലെയേഴ്സ് ഒക്കെ കളി നിർത്തിപ്പോയതെന്ന് പറയണെന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യമില്ലേ, ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ കാര്യം എന്താന്ന്. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് വിഷമമുണ്ട് കേസ്. ഞാൻ ആദ്യം ഫേസ് ക്യാം ഇല്ലാതെയാണ് വീഡിയോ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഫേസ് ക്യാം വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഫീലിങ്സ് മനസ്സിലാവുണ്ടാവും. കാരണം ഒരുപാട് ബാഡായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സോ എന്തായാലും ഇതാണ് നമ്മുടെ സോൾ പി സിയുടെ കറന്റ്ലി അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. ഗെയ്സ് അടുത്തത് നമ്മൾ നോക്കാൻ പോണത് ആരുടെ അക്കൗണ്ടാന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഗെയ്സ് നമ്മുടെ ഫ്രീ ഫയറിൽ ബൂട്ട് ക്യാമ്പിലൊക്കെ ഗെയ്സ് ടീമായിട്ട് വീഡിയോസ് ചെയ്തിരുന്ന, അതിൽ നല്ല രീതിക്ക് കോമഡിയും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് എന്താ പറയാ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഒരനിയന്മാർ അല്ലെങ്കിൽ അനിയത്തിമാർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കംഫർട്ട് സോണിൽ നിർത്തിയായിരുന്ന ഒരു യൂട്യൂബറിന്റെ ആരായിരിക്കും? നമ്മുടെ ഹിപ്സ്റ്റർ. ഓക്കെ, നമ്മുടെ ഹിപ്സ്റ്ററിന്റെ അക്കൗണ്ട് കറന്റ്ലി ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നമുക്ക് നോക്കി നോക്കാം. വന്ന വഴി മറന്ന ഒരു ഫീൽ എനിക്ക് വന്നു ഗെയ്സ്. അതായത് ആളുടെ അവസ്ഥ കൊണ്ടായിരിക്കാം, സിനിമ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. ബട്ട് ഗെയ്സ് എന്നാലും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടായിരുന്നു. പക്ഷെ നേരെ സിനിമ കിട്ടിയപ്പോൾ മച്ചാൻ ഫീൽഡ് വിട്ടു. പക്ഷെ ഗൈസ് കുറെ ഓർമ്മകൾ സമ്മാനിച്ച് നല്ല നല്ല വീഡിയോസ് ആളുടെ അക്കൗണ്ടിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്, കുറെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വീഡിയോസ്. അതൊക്കെ ആള് ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ആള് യൂട്യൂബ് നിർത്തിപ്പോയത്. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഹിപ്സ്റ്ററിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നോക്കാട്ടാ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹിപ്സ്റ്ററിന്റെ അക്കൗണ്ടിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 30 days ഇനാക്റ്റീവ് ആണ് ഗൈസ് ഹിപ്സ്റ്ററിന്റെ അക്കൗണ്ട്. എന്ത് പറയാനാണ് ഗൈസ്, എല്ലാരും ഫ്രീ ഫയർ എടുത്തി. പഴയതിലാകെ എനിക്ക് തോന്നുന്നു AK ടോക്ക് ഇപ്പൊ കളിക്കുന്നുണ്ട്. അല്ലാതെ ബാക്കി കുറെ യൂട്യൂബേഴ്സ് നിർത്തിപ്പോയി ഗൈസ്. കുറെ പേര് കംബാക്ക് അടിച്ച് വരും എന്നൊക്കെ പറയുന്നുണ്ട്. വന്നാ കൊള്ളാം. ഇവരൊക്കെ വന്നാൽ തന്നെ ഫ്രീ ഫയറിന്റെ ഗതി അടിപൊളിയാവും. നിങ്ങൾ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊക്കെ വന്നാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. എനിക്കെന്നല്ല, ഫ്രീ ഫയർ കളിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് നിങ്ങളൊക്കെ തിരിച്ചൊന്ന് കംബാക്ക് വന്ന അടിപൊളിയാന്നുണ്ട്. വരുമോ ഇൻസ്റ്റാ ഗെയിമറെ? അതേപോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും കംബാക്ക് വരുമോ? വരണം, വന്നിരിക്കണം. ഇതാണ് നമ്മുടെ ഹിപ്സ്റ്ററിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. തിരിച്ചു വന്നാ വന്നു, ഇനി വരാൻ എന്ത് ചാൻസ് ഇല്ല, ഇത്രയും കാലായില്ലേ ഗൈസ്. അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കിയ യൂട്യൂബേഴ്സിന്റെ അക്കൗണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഏതൊക്കെ യൂട്യൂബേഴ്സിന് അടുത്ത അക്കൗണ്ടിൽ നോക്കണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് താഴത്ത് കമന്റ് ചെയ്യാട്ടോ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.